അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവുകയാണ്. ഒരു 6:30 മണി കഴിഞ്ഞു. ഇപ്പോൾ സമയം. എഴുന്നേറ്റ് അരിയൊക്കെ അടുപ്പത്തിട്ടു, അലക്കും കുളിയൊക്കെ കഴിഞ്ഞു. പുറത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാടമാണത്. പാടവും അതിനോടനുബന്ധിച്ച വ്യൂസൊക്കെ നമ്മളെല്ലാ വീഡിയോസിലും കാണിച്ചേക്കുന്നതാണ്. അവിടെ ആ പാടത്ത് ഈ തവണ നിറച്ച് തരിശായിട്ട് ഇങ്ങനെ കിടന്നത് മൊത്തം കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ മൊത്തം പാടം നിറച്ച് കപ്പ നട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയാണ്. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ഇതിന് ശേഷം കുറച്ചൊരു 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പെരുമ്പാവൂർ ടൗണിലേക്ക്. നമ്മുടെ സ്കൂട്ടറിന് പോവാണ്. പുതിയ ഹെൽമെറ്റൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഴിപ്പള്ളിക്കാവിലാണ് ആദ്യം കയറിയത്. ഇവിടെ ദേവിയുടെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടക്കാത്ത ആളുകൾക്ക് കല്യാണം നടക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങാമാലയാണ് അതിന് ചാർത്തുന്നത്. നാരങ്ങ വിളക്ക് വയ്ക്കും. നാരങ്ങ മേടിച്ചിട്ട് അങ്ങനെ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ നീര് കളഞ്ഞ് അതിങ്ങനെ തിരിച്ച് വച്ച് അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുക. അതാണ് നാരങ്ങ വിളക്കെന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മുടെ പെരുമ്പാവൂർ അമ്പലത്തിലാണ് പോയത്. പെരുമ്പാവൂർ അമ്പലം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിനാണ് കേട്ടോ. ഇവിടെ എല്ലാവരും പെരുമ്പാവൂർ അമ്പലം എന്ന് പറയുന്നത് ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം. അയ്യനെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വരുന്നതാണ്. ഈയിടെയായിട്ട് കുറച്ച് സമയക്കുറവ് മൂലം വരവ് കുറവായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. വന്ന് വഴിപാടുകളും പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തൊഴുതിറങ്ങിയേക്കാണ്. എനിക്കിനി വീട്ടിൽ വന്നിട്ട് വേണം റെഡിയായി ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീട്ടിൽ വന്നു കേട്ടോ.